നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. വാർത്തകളുടെ സംഭവബഹുലമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഡൽഹിയിൽ 35 ദിവസമായി നടക്കുന്ന CJP സമരത്തിൽ പ്രതീക്ഷകളുടെ ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് നടത്തിയ ചർച്ചയിൽ വലിയ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നാളെയും ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയാണ് അവശേഷിക്കുന്നത്. അതേസമയം പല നിർദ്ദേശങ്ങളുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരിക കൂടി ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്ന് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ യുദ്ധം വീണ്ടും കടുക്കുകയാണ്, ഏറ്റുമുട്ടൽ വീണ്ടും കടുക്കുകയാണ്. എണ്ണവില കുത്തനെ ഉയരുന്നുണ്ട്. $100 മുകളിലേക്ക് എണ്ണവില എത്തുന്നു. ഏതാണ്ട് യുദ്ധസമയത്തിന് സമാനമായ നിലയിൽ എണ്ണവില വർധന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ വലിയ ആശങ്കയായി നിലനിൽക്കുന്നു. നമുക്ക് വിശദമായി തന്നെ ഇതിന്റെ വാർത്തകളിലേക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവരും ഇന്ന് ഉറ്റുനോക്കിയത് ഡൽഹിയിൽ CJPയും കേന്ദ്ര സർക്കാരും തമ്മിൽ നടത്തുന്ന ചർച്ചയിലേക്കായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ചർച്ച തുടങ്ങിയത്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ CJP ഉറച്ചുനിന്നു. കേന്ദ്രമന്ത്രിമാർ JP നദ്ദയും ഒപ്പം തന്നെ ജിതേന്ദ്ര സിംഗുമാണ് CJP നേതാക്കളുമായി സംസാരിച്ചത്. CJPയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ വഴങ്ങിയതോടെയാണ് ഈ ചർച്ച സാധ്യമായത്. എന്തായാലും ഈ ചർച്ചയിൽ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം CJP പ്രതിനിധികൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ വെച്ചു. അത് കേന്ദ്രത്തിന്റെ പ്രതിനിധികളായ 2 മന്ത്രിമാർ അവർ കേട്ടു. അതിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ CJP പ്രതിനിധികൾ ഉറച്ചുനിന്നു. അക്കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നത് നാളെ അറിയിക്കാം എന്നതാണ് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാർ മറുപടി നൽകിയിരിക്കുന്നത്. CJP പ്രതിനിധികളുമായുള്ള ചർച്ച പൂർത്തിയായി പുറത്തു വന്ന പ്രതിനിധികൾ തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നതാണ് പറഞ്ഞത്. രാജി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതും അവർ ആവർത്തിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് തന്നെയാണ് CJP നേതാക്കൾ സംസാരിച്ചത്. നഷ്ടപരിഹാരവും കേസുകൾ പിൻവലിക്കലും ചർച്ചയിൽ ഉയർത്തി എന്ന കാര്യം അവർ സൂചിപ്പിച്ചു. ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ചായിരുന്നു ഈ ചർച്ച നടന്നത്. സർക്കാരിനെ പ്രതിനിധീകരിച്ച് JP നദ്ദയും ജിതേന്ദ്ര സിംഗും പങ്കെടുത്തു. ഇവർക്ക് CJP പ്രവർത്തകർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടു. ബാക്കി ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നതിലൊഴിച്ച് ബാക്കി CJP മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളിലും ഏതാണ്ട് ധാരണയായി എന്നൊരു സൂചനയാണ് ഈ ചർച്ച കഴിയുമ്പോൾ പുറത്തുവരുന്നത്. CJPയെ പ്രതിനിധീകരിച്ച് വക്താക്കളായ സൗരവ് ദാസും അശുതോഷ് റാണയും ഈ ചർച്ചയിൽ പങ്കെടുത്തു. അവരുടെ ആവശ്യങ്ങൾ അടങ്ങിയ ഒരു നിവേദനം കേന്ദ്രമന്ത്രിമാർക്ക് കൈമാറി. എന്തായാലും നാളെ വീണ്ടും ചർച്ച നടത്തും എന്നതാണ് ഇതിലെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുടെ കാര്യത്തിൽ എന്താണ് നീക്കം തീരുമാനമെന്നത് കേന്ദ്രം നാളെ അറിയിക്കും. അതിനൊപ്പം തന്നെ നമുക്ക് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ ചർച്ചയ്ക്ക് ശേഷം CJP നേതാക്കളും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരും അതിനെക്കുറിച്ച് പറഞ്ഞതൊന്ന് കേൾക്കാം. See, the meeting took place in a cordial atmosphere. We told them about our 3 main demands. The most non-negotiable demand is Dharmendra Pradhan's resignation or him being fired from the cabinet. Number 2 is the 1 crore compensation for the families of the dead NEET victims. And number 3 is that the FIRs that have been filed, 11 as per our last count, those FIRs have to be withdrawn and a sovereign guarantee has to come from the government that they won't proceed against any peaceful protesters or organizers in the future. That sovereign guarantee has to come. At the same time, we also told them about the further talks that we want to have with them on the 5-point policy demand charter that we had launched many days ago. That is to change holistically and foundationally the education system and to address the paper leaks. Along with this, we also told the government about the many instances of detention of young people in Delhi who were either on their way to Jantar Mantar or were going away from Jantar Mantar. सरकार से आज बातचीत हमारी हुई 2 घंटे की बातचीत थी. काफी क्रिस्प टू द पॉइंट बातचीत थी. हमने सरकार को बहुत साफ शब्दों में पहले भी कहा था कि हमें अब हवाबाजी नहीं चाहिए, आप कॉन्क्रीट बात करिए.
सरकार ने जो 2 हमारी मांगे हैं, जो 3 हमारी मांगे हैं, उनमें से 2 मांगों पर काफी पॉजिटिव रिस्पांस दिया है और काफी इन प्रिंसिपल एग्रीमेंट दिखाया है 1 करोड़ कॉम्पनसेशन पर। और जो लीगल केसेस की जो हमने बात की थी, ना सिर्फ जो अभी FIRs हुई है बल्कि एक सोवरेन गारंटी हमें। आंदोलनकारी लोगों के विषयों पर चर्चा करने के लिए यहाँ आए थे। लगभग 2 घंटे बातचीत चली। सरकार की ओर से मैं और मेरे साथ भारत सरकार के मंत्री जितेंद्र सिंह जी बातचीत में शामिल हुए। उनकी बातें हमने सुनी। बातें सौहार्दपूर्ण वातावरण में हुई और कई दृष्टि से उन सारी बातों पर हर तरीके से चर्चा हुई। उनकी मुख्यतः 3 डिमांड थी और 5 सुधार के दृष्टि से परीक्षा के लिए सुझाव हुए। हमने उनको कहा कि हम कल आपके साथ दोपहर बाद मिलेंगे और फिर हम आपसे जो चर्चा वो आपको बताएंगे। എന്തായാലും ഇതാണ് ചർച്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രിമാരും CJP നേതാക്കളും പറഞ്ഞ കാര്യങ്ങൾ. ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് കേന്ദ്രം എത്തിയിരിക്കുന്നു എന്നതാണ് പ്രതീക്ഷ നൽകുന്ന കാര്യം. അതിൽ പ്രധാനപ്പെട്ട CJP നേതാക്കൾ ഉന്നയിച്ച അവർ CJP മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധനകൾ അത് കേന്ദ്രം വഴങ്ങുന്നു അതിന് എന്ന സൂചനകളുണ്ട്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ മാത്രമാണ് തീരുമാനമാകാനുള്ളത്. മറ്റൊന്ന് ഈ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിനുള്ള 1 കോടി ധനസഹായമാണ്. അതിൽ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കേന്ദ്രം അതിന് വഴങ്ങുന്നു എന്നതിന്റെ സൂചനകളുണ്ട്. മറ്റൊന്ന് ഈ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത FIRകൾ റദ്ദാക്കണമെന്നതാണ്. അത് നേരത്തെ തന്നെ സോനം വാങ്ചുക്കിന് കേന്ദ്രം ആ ഒരു വാഗ്ദാനം നൽകിയിരുന്നു. അതനുസരിച്ചാണ് അദ്ദേഹം സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി ഇന്നലെയാണ് ആദ്യമായി ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചത്. അദ്ദേഹം യുവാക്കൾ വലിയ ശക്തിയാണ് എന്നത് പറഞ്ഞു. ഒപ്പം തന്നെ ഈ പരീക്ഷ ചോർച്ച ഇല്ലാതാക്കാൻ അതിന് ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ഉള്ള കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പുറത്തുവിട്ടു. അതിൽ പ്രധാനമന്ത്രി ചില ഉറപ്പുകൾ നൽകിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകും എന്നതിന്റെ സൂചനയാണ് പ്രധാനമന്ത്രി നൽകിയത്. 11:52 സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം ഈ വീഡിയോ ഇന്നലെ പങ്കുവച്ചത്. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷയും അതിവേഗ വിചാരണയും ഉറപ്പാക്കുന്ന കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ രൂപം നൽകും എന്നൊരു ഉറപ്പാണ് പ്രധാനമന്ത്രി ഈ വീഡിയോയിൽ നൽകിയത്. അടുത്തയാഴ്ച ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കും എന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ആ വീഡിയോ കൂടി ഒന്ന് കാണാം. पेपर लीक ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विविध कदम उठाए गए. गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का 1 वर्ष बर्बाद न हो. तत्काल परीक्षाएं लेना बहुत जरूरी था. सरकार ने अभी पूरी शक्ति का उपयोग करके कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया. और अभी 5-6 दिन पहले 19 तारीख को रिजल्ट भी आ गया और देश भर में उत्तीर्ण हो गए विद्यार्थियों की खुशियों की खबरें भी आ रही हैं. लेकिन हम वहां पर संतोष मानने वाले लोगों में से नहीं है और इसलिए പ്രധാനമന്ത്രിയുടെ ഈ വീഡിയോ വന്നു. അതിനുശേഷം ഇത് വലിയ ചർച്ചയായി. എന്തായാലും പ്രധാനമന്ത്രി ഈ വിഷയം ഇതിൽ കർശന നടപടികൾ ഉണ്ടാകുമെന്നും അക്കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും എന്നും പറഞ്ഞെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന പ്രധാനപ്പെട്ട ആവശ്യത്തെക്കുറിച്ച് വീഡിയോയിൽ ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ല. ഇത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായി. രാഹുൽ ഗാന്ധി തന്നെ അതിനെതിരെ രംഗത്ത് വരുന്നു. അത് പ്രധാനമന്ത്രിയുടെ വീഡിയോ ഒരു പ്രഹസനം എന്നതാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയത്. പരിതാപകരമായ പ്രതികരണമാണ് നരേന്ദ്രമോദിയിൽ നിന്നുണ്ടായതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കുക, രാജ്യത്തോട് മാപ്പ് പറയുക എന്നീ 3 ആവശ്യങ്ങളും രാഹുൽ മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി വീണ്ടും നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്നത് രാജിയില്ല എങ്കിൽ
രാജ്യവ്യാപക പ്രക്ഷോഭം എന്നതാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചത്. പരിക്കേറ്റ വിദ്യാർത്ഥിക്കൊപ്പം എത്തിയാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ചോദിച്ചു വാങ്ങുക, അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും, പ്രധാനമന്ത്രിയുടെ രാജിക്കായി രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തും എന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചത്. എന്തായാലും കോൺഗ്രസ് ഈ പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ സൂചനകളാണ് തരുന്നത്. എന്തായാലും പ്രധാനമന്ത്രി ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മന്ത്രിസഭാ യോഗം ഇന്ന് കാര്യങ്ങൾ പരിശോധിക്കുകയും ഏതാണ്ട് ഈ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ പരീക്ഷാ ചോർച്ചയിൽ കർശന നടപടി ഉണ്ടാകുന്ന തരത്തിൽ ഉള്ള ബിൽ കൊണ്ടുവരാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തു. ബിൽ മന്ത്രിസഭ അംഗീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഇത് ലോക്സഭയിൽ കൊണ്ടുവരുമെന്നാണ് അറിയുന്നത്. 10 കോടി വരെ പിഴ ചുമത്താനും 10 വർഷം വരെ തടവിനും ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഏതായാലും കേസുകളിലെ വിചാരണ 3 മാസത്തിൽ പൂർത്തിയാക്കാനും വ്യവസ്ഥ ചെയ്തു. ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്നത് പ്രധാനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ബില്ലാണ് കൊണ്ടുവരുന്നത്. സഭയിൽ തിങ്കളാഴ്ച ഇത് അവതരിപ്പിക്കുക. അപ്പോൾ പ്രശ്ന പരിഹാരത്തിനുള്ള പല വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. പക്ഷേ രാജി എന്നതിൽ തട്ടിയാണ് ഇപ്പോൾ അത് തീരുമാനമാകാതെ നിൽക്കുന്നത്. അതിനിടയിൽ കിരൺ റിജിജു മാധ്യമങ്ങളെ കണ്ടിരുന്നു. സഭയിൽ ചർച്ച വേണമെന്നാവശ്യപ്പെടുകയും പിന്നീട് പിൻവലിയുകയും ചെയ്യുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി മിണ്ടിയാലും മിണ്ടിയില്ലേലും കുഴപ്പമാണ്, എല്ലാം പ്രശ്നവൽക്കരിക്കുന്നു എന്ന നിലയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. Future of the student and how we can ensure proper system and very strong system in place for the future of the student. This has to be our priority. So by disrupting the parliamentary procedures and house, it will not yield any result. I would like to request once again to Rahul Gandhi ji and all the opposition members that better sense should prevail, that we cannot indefinitely create trouble in the parliament to prevent discussion. It's wasting the time of all the members. You all know very well it is very critical to let the parliament function, and when all the matters പാർലമെന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിനുള്ള ആശങ്ക അറിയിക്കുക കൂടിയാണ് കേന്ദ്രമന്ത്രി ചെയ്തത്. എന്തായാലും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ലോക്സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞിരിക്കുകയാണ്. സഭാ നടപടികൾ ഒരു ദിവസം പോലും തുടർന്ന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച സഭ ആരംഭിച്ചത് മുതൽ തന്നെ ഈ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ബഹളം പ്രതിപക്ഷം സഭയിൽ ഉയർത്തുകയും പലതവണ സഭ ചേരുകയും നിർത്തിവെക്കുകയും ഓരോ ദിവസത്തേക്ക് പിരിയുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ എന്തായാലും തിങ്കളാഴ്ച വരെ പിരിഞ്ഞിരിക്കുകയാണ്. അന്ന് ഈ ശിക്ഷ 10 വർഷത്തെ ശിക്ഷ ഉറപ്പാക്കുന്ന കർശനമായ നടപടികളോട് കൂടിയ ബില്ല് അവതരിപ്പിക്കും എന്നതാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. कारगिल दिवस विजय दिवस का मेंशन आज कर रहा हूं. माननीय सदस्यगण, दिनांक 26 जुलाई 2026 को कारगिल विजय दिवस की 27वीं वर्षगांठ है. കാർഗിൽ വിജയ് ദിവസത്തിന്റെ അനുസ്മരണം ഉൾപ്പെടെ അവിടെ സഭയിൽ നടന്നു. എന്തായാലും വലിയ പ്രക്ഷുബ്ധമായാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭ നമ്മൾ കണ്ടത്. ഇന്നും ആ രീതിയിൽ പ്രതിഷേധമുയർന്നു, സഭ നിർത്തിവെക്കുന്നതാണ് കണ്ടത്. എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ നാളെ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത കൂടിയാണ് മുന്നിലുള്ളത്. അതിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്കൊപ്പം വി വിനോദ് കൂടി ചേരുകയാണ്. വിനോദ്, കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അല്പം അയവുണ്ടാകുന്നു. CJPയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഒരു ധാരണ എത്തുന്നു എന്നതാണ് നില. പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? അതേസമയം ചർച്ചയ്ക്ക് ശേഷവും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ CJPയും രാഹുൽ ഗാന്ധിയും ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ രാജിയില്ലാതെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. രേണുക, മന്ത്രിയുടെ രാജി ഒഴിവാക്കാനുള്ള സകല തന്ത്രവും BJP പയറ്റുകയാണ്. അവിടെയാണ് CJPക്ക് കൂടുതൽ ഉറപ്പുകൾ നൽകിക്കൊണ്ട് ഈ സമരം തണുപ്പിക്കുകയും പിന്നീട് സമരം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നൊരു നീക്കത്തിലേക്ക് BJP പോകുന്നത്. BJP നേതൃത്വം CJP പ്രതിനിധികളോട് പ്രധാനമായും
പറയുന്ന ഒരു കാര്യം, അവരുടെ നേതൃത്വത്തോട് പറയുന്ന ഒരു കാര്യം, കോൺഗ്രസ് ഈ സമരത്തിനുള്ളിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു, ഇത് രാഷ്ട്രീയവൽക്കരിക്കുകയാണ്, കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിലെയും മറ്റു പാർട്ടികളുടെ താല്പര്യം വിദ്യാർത്ഥികളുടെ സമരത്തിനുള്ളിലേക്ക് കടന്നു വരുന്നു, വിദ്യാർത്ഥികൾ എന്നത് രാജ്യത്തിൻ്റെ സമ്പത്താണ്, അവരുടെ സംരക്ഷണവും ഭാവിയും ഉറപ്പുവരുത്തുക എന്നത് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്രം പറയുന്നു. മാത്രമല്ല, നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ ഒരു ചർച്ചയുമില്ല, സമരം അവസാനിപ്പിച്ച് പോകണം എന്ന് നിർദ്ദേശിച്ച കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായത്. പ്രധാനപ്പെട്ട 2 ഉറപ്പുകൾ അത് രേഖാമൂലം തന്നെ നൽകിയിരിക്കുന്നു. വിദ്യാർത്ഥികൾക്കുള്ള നഷ്ടപരിഹാരവും FIRകൾ പിൻവലിക്കാനുള്ള തീരുമാനവും. ഈ സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് നേരെ എടുത്തിട്ടുള്ള സകല കേസുകളും പിൻവലിക്കുമെന്ന ഉറപ്പ് നൽകുന്നു. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടിയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. അദ്ദേഹം പറയുന്നത് ഇത് ഗൗരവമുള്ളൊരു വിഷയമാണ്, അങ്ങനെ നിസ്സാരമായി സർക്കാർ കാണുന്നില്ല, കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തും, ഇങ്ങനെ ചോദ്യപേപ്പർ ചോർത്തുന്നത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് 10 വർഷം വരെ തടവും അതോടൊപ്പം തന്നെ 10 കോടി രൂപ പിഴയും ചുമത്തും. മാത്രമല്ല, ഈ കേസിൻ്റെ വിചാരണ അനിശ്ചിതകാലത്തേക്ക് നീട്ടിക്കൊണ്ടു പോകുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകില്ല. പ്രത്യേക കോടതി രൂപീകരിച്ച്, ഫാസ്റ്റ് ട്രാക്ക് കോടതി തന്നെ രൂപീകരിച്ച് ഇതിൻ്റെ വിചാരണ പൂർത്തിയാക്കുമെന്ന ഉറപ്പ് നൽകുന്നു. ഈ ഉറപ്പുകളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ CJP നേതൃത്വത്തിന് മുന്നിലേക്ക് വെക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഒഴിവാക്കുക എന്നതാണ്. കാരണം ഇപ്പോഴൊരു രാജി ഉണ്ടായാൽ അത് ഈ സമരത്തിനപ്പുറത്തേക്ക് കോൺഗ്രസ് അത് എങ്ങനെ മുതലെടുക്കും എന്നത് തന്നെയാണ് BJPയെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ രാജി ഉണ്ടായാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ പല വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് നേരെ തന്നെ കോൺഗ്രസ് നേതൃത്വം തിരിയുന്ന സാഹചര്യമുണ്ടാകും. നരേന്ദ്രമോദിയുടെ രാജി ആവശ്യപ്പെട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസ് സമരം ശക്തിപ്പെടുത്താനുള്ള സാധ്യത BJP മുന്നിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ CJPയും BJPയും തമ്മിലുള്ള ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുക എന്ന വളരെ തന്ത്രപരമായ ഒരു നീക്കത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നത്. മാത്രമല്ല, വാങ്ചുങ്ങിൻ്റെ നിരാഹാര സമരം കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചു. അത് അവസാനിപ്പിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട BJPയുടെ മന്ത്രിമാർ അവിടെ സന്നിഹിതരായിരുന്നു. അവരാണ് ഇങ്ങനെ പാനീയമൊക്കെ നൽകിക്കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുന്നത്. JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്നും ഈ ചർച്ചയുടെ ഭാഗമായി CJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അവർ ആവശ്യപ്പെട്ടൊരു കാര്യം മന്ത്രിയുടെ രാജിക്ക് 1 ദിവസം കൂടി അനുവദിക്കണമെന്നതാണ്. രേണുക, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പരമാവധി നീട്ടിക്കൊണ്ടു പോവുക എന്നതാണ്. പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുള്ള കാര്യങ്ങൾ നിയമമായി വളരെ പെട്ടെന്ന് തന്നെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക എന്നതാണ്. അവിടെ ആ ബില്ല് പാസ്സാക്കുക, അങ്ങനെ ഈ സമരം തണുപ്പിക്കുക, തുടർന്ന് സമരം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് പോവുക. കേന്ദ്ര സർക്കാരും CJP നേതൃത്വവുമായി ഒരു ധാരണയിലെത്തുക. വാങ്ചുങ്ങിൻ്റെ നിരാഹാരം അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ 2 ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. നിയമം കൊണ്ടുവരുമെന്ന ഉറപ്പ് നൽകുന്നു, കർശന ശിക്ഷ ഉറപ്പാക്കുമെന്ന് നൽകുന്നു, വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകുന്നു, അതോടൊപ്പം തന്നെ FIRകളെല്ലാം പിൻവലിക്കുമെന്ന ഉറപ്പ് നൽകുന്നു. ആകെയുള്ള ഒരു തർക്കം മന്ത്രിയുടെ രാജിയിലാണ്. അതിനൊരു ഒത്തുതീർപ്പുണ്ടായിക്കഴിഞ്ഞാൽ ഈ സമരം പരിഹരിക്കാമെന്ന് BJP കരുതുന്നു. അതുവഴി കോൺഗ്രസിൻ്റെ നീക്കങ്ങളെ ചെറുക്കാമെന്ന പ്രതീക്ഷ കൂടിയുണ്ട്. മാത്രമല്ല, ഇവിടെ കോൺഗ്രസിനെ ഈ ചില കാര്യങ്ങളിൽ കളിയാക്കുന്നുമുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ കോൺഗ്രസ് പ്രധാനപ്പെട്ട നേതാക്കളെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും കേക്ക് മുറിക്കുകയും തൊട്ട് പിന്നാലെ രാഹുൽ ഗാന്ധി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, നമ്മളിതാ സമരമുഖത്തേക്ക് നീങ്ങുകയാണ് എന്ന കാര്യം. അത് വളരെ രഹസ്യമാക്കി വെച്ചിരുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ ഈ സമരത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസ് നേതാക്കളിൽ പലരും ഡൽഹിയിലേക്ക് എത്തില്ലായിരുന്നു എന്ന പരിഹാസവും ഒരു കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് CJP നേതൃത്വവുമായി ചർച്ച ചെയ്ത് പ്രശ്നം അവസാനിപ്പിക്കാനുള്ള BJPയുടെ നീക്കം. രേണുക, തീർച്ചയായും എന്തായാലും തുടർച്ചയായ ദിവസങ്ങളിലാണ് അപ്രതീക്ഷിത സമരങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നലെയും ആ രീതിയിൽ തന്നെയായിരുന്നു അവരുടെ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യപ്പെട്ടത്. ഇന്നും പെല്ലറ്റ് ആക്രമണം നേരിട്ട വിദ്യാർത്ഥിയുമായി എത്തിയാണ് രാഹുൽ മാധ്യമങ്ങളെ കാണുകയും രാജിയില്ല എങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന കാര്യം പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. രാജി എന്നതിൽ എന്ത് തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കുന്നു എന്നത് ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ രാജിയിലേക്ക് നീങ്ങിയാൽ അത് ഒരു കീഴടങ്ങൽ എന്ന പ്രതീതി ഉണ്ടാക്കും എന്നതാണ് രാജ്യാവശ്യം അംഗീകരിക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാരിനെ പിൻവലിക്കുന്നത്. എന്തായാലും പ്രശ്നം പരിഹരിച്ചേ തീരൂ. ഈ ഘട്ടത്തിൽ CJPയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ കേന്ദ്രം എന്ത് നിലപാട് സ്വീകരിക്കുന്നു, നാളത്തെ യോഗത്തിൽ എന്തു പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന മർദ്ദനക്കേസിൽ സസ്പെൻഷനിലായ ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവ് പുറത്തുവരുമ്പോൾ അതിൽ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഉള്ളത്.
ഈ കേസ് എഴുതി തള്ളാൻ MR അജിത് കുമാർ നേരിട്ടിടപെട്ടതിന് തെളിവുണ്ട് എന്ന് ഉത്തരവ് പറയുന്നു. ഏതാണ്ട് ഒരു കുറ്റപത്രത്തിന്റെ സ്വഭാവം ഉള്ള സസ്പെൻഷൻ ഉത്തരവാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അജിത് കുമാർ നീതി അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പരാമർശമുണ്ട്. കുറ്റക്കാരെ അംഗീകരിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സസ്പെൻഷനെതിരെ അജിത് കുമാർ ട്രൈബ്യൂണലിനെ സമീപിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. എന്തായാലും എന്താണ് ഈ ഉത്തരവിന്റെ സ്വഭാവം എന്ന് നോക്കിയാൽ, ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കുന്നതിൽ ADGP MR അജിത് കുമാറിന് വ്യക്തമായ പങ്കുണ്ട് എന്നതാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ ഇക്കാര്യം വ്യക്തമായി തന്നെ പറയുന്നു. ഇത് സംബന്ധിച്ച് അജിത് കുമാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് DGP നൽകിയ റിപ്പോർട്ടിൽ പറയുന്നതായും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട്. അന്വേഷണം വഴിതിരിച്ചുവിടാൻ ADGPയും അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ളവരും നിരന്തരം ശ്രമിച്ചതിന്റെ തെളിവുകൾ SIT അന്വേഷണത്തിൽ ലഭിച്ചതായി സർക്കാർ വിലയിരുത്തി. നിയമവിരുദ്ധ ാണ് അജിത് കുമാർ വിഷയത്തിൽ ഇടപെട്ടതെന്നും ഇരകൾ അനീതി നേരിടാൻ ഇത് കാരണമായെന്നും ഉത്തരവിൽ പറയുന്നു. അന്വേഷണത്തിൽ നേരിട്ട് പങ്കാളികളായിരുന്ന ഒന്നിലധികം ഉദ്യോഗസ്ഥർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ മൊഴി നൽകിയതും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അജിത് കുമാർ സർവീസിൽ തുടരുന്നത് സുതാര്യമായ തുടരന്വേഷണത്തെ ബാധിക്കുമെന്നും സർക്കാർ വിലയിരുത്തുന്നുണ്ട്. പോലീസിന്റെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാൻ പൊതുതാൽപര്യപ്രകാരമാണ് നടപടിയെന്ന് ഈ ഉത്തരവിൽ പറയുന്നു. കേസിൽ ആദ്യത്തെ അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ട് തിരുത്തിയത് ADGPയുടെ ഓഫീസിന്റെ ഇടപെടൽ മൂലമാണെന്ന് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. ADGP കേസ് ഡയറി പരിശോധിച്ചുവെന്നും മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച ഭാഗത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയതായും DYSP KP തോംസന്റെ മൊഴിയിൽ പറയുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരെ കേസിൽ നിന്ന് രക്ഷിക്കാൻ തങ്ങൾക്കുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയതായും കേസ് അവസാനിപ്പിച്ച് കോടതിയിൽ റഫർ റിപ്പോർട്ട് നൽകാൻ രേഖാമൂലം നിർദ്ദേശിച്ചുവെന്നും ഉദ്യോഗസ്ഥർ മൊഴി നൽകി. കോടതിയിൽ നിലനിൽക്കാത്ത തരത്തിൽ കേസ് വഴിതിരിച്ചുവിടാനും നിർദ്ദേശമുണ്ടായതായും 2 DYSPമാരും SIയും മൊഴി നൽകി. ADGPയുടെ ഓഫീസിലെ ഗ്രേഡ് SI ഗിരീഷും SI ശ്രീകാന്തും പലതവണ അന്വേഷണ നടപടികളിൽ ഇടപെട്ടുവെന്നും ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ പറയുന്നു. DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1969 അഖിലേന്ത്യാ ചട്ടപ്രകാരമാണ് അജിത് കുമാറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതെന്നും ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് കുറ്റപത്രത്തിന്റെ സ്വഭാവത്തിലാണ് ഈ സസ്പെൻഷൻ ഉത്തരവുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥനായ അജിത് കുമാർ എങ്ങനെ കേസ് അട്ടിമറിച്ചെന്ന് കൃത്യമായി വിവരിക്കുന്നുണ്ട് ഈ ഉത്തരവ്. അന്വേഷണ ഉദ്യോഗസ്ഥരെ നിരന്തരം സ്വാധീനിച്ച് പ്രതികളെ രക്ഷിക്കാൻ അജിത് കുമാർ ഇടപെട്ടു എന്നാണ് കണ്ടെത്തൽ. ക്രിമിനൽ നടപടി ചട്ടം 36 പ്രകാരം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണങ്ങളിൽ ഇടപെട്ടത് രക്ഷാപ്രവർത്തന കേസിൽ ഇരകളെ സംരക്ഷിക്കാനല്ല, പ്രതികളെ രക്ഷിക്കാനാണ്. ഈ ADGP ആയിരുന്ന MR അജിത് കുമാർ എല്ലാവിധത്തിലുമുള്ള അധികാരം ഉപയോഗിച്ചിരിക്കുന്നത്. SITയെ തള്ളിയും ചോദ്യം ചെയ്തുമായിരുന്നു DGPക്കുള്ള അജിത് കുമാറിന്റെ മറുപടി. രേഖ തിരുത്തൽ അന്വേഷിക്കാൻ SITക്ക് അധികാരമില്ല എന്നതായിരുന്നു അജിത് കുമാറിന്റെ വാദം. കൂടുതൽ തെളിവുകളും അത് നൽകാൻ കൂടുതൽ സമയവും വേണമെന്നുള്ള ADGPയുടെ ആവശ്യം DGP തള്ളുകയായിരുന്നു. കേസ് എഴുതി തള്ളുമ്പോൾ താൻ ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലായിരുന്നു എന്നാണ് അജിത് കുമാറിന്റെ വാദം. എന്നാൽ അത് തള്ളുന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴികൾ ലഭ്യമായിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് ADGP വാട്സ്ആപ്പ് മുഖേന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശവും SIT റിപ്പോർട്ടിന്റെ ഭാഗമാക്കിയതും അജിത് കുമാറിന് കുരുക്കായി. ADGP ഓഫീസിലെ 2 ഉദ്യോഗസ്ഥരും അജിത് കുമാറിനെതിരെ മൊഴി നൽകി. ഈ സാഹചര്യത്തിൽ കൂടുതൽ വിശദീകരണം വേണ്ടെന്നും മാറ്റി നിർത്തിയ അന്വേഷണം വേണമെന്നുമായിരുന്നു DGPയുടെ റിപ്പോർട്ട്. ADGPയുടെ നിർദ്ദേശപ്രകാരം കേസ് അട്ടിമറിച്ച 3 DYSPമാർക്കും 2 SIമാർക്കുമെതിരെ വകുപ്പ് തല അന്വേഷണത്തിനുമുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അജിത് കുമാർ പക്ഷേ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. DGP പദവിയിലേക്ക് ഉയരാൻ 7 ദിവസം മാത്രം ശേഷിക്കെയാണ് സസ്പെൻഷൻ ഉത്തരവ് അജിത് കുമാറിന് ലഭിക്കുന്നത്. ഇനിയും അജിത് കുമാറിന് മുന്നിൽ അന്വേഷണത്തിന്റെ കടമ്പകളുണ്ട്. DGP തല തുടരന്വേഷണത്തിന് റോഡ് സുരക്ഷാ കമ്മീഷണറായ യോഗേഷ് ഗുപ്തയെ ചുമതലപ്പെടുത്തിയേക്കും. ഈ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും അജിത് കുമാറിന്റെ സസ്പെൻഷൻ എന്ന് കഴിയുമെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുക. അതിനിടെ സസ്പെൻഷൻ ചോദ്യം ചെയ്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെയോ കോടതിയെയോ സമീപിക്കാൻ അജിത് കുമാറിന് അവസരമുണ്ട്. അജിത് കുമാർ അത്തരം ആലോചനകളിലേക്ക് കടന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. അജിത് കുമാറിന് ലഭിക്കേണ്ടിയിരുന്ന DGP സ്ഥാനക്കയറ്റം തൊട്ടടുത്ത ഊഴക്കാരനായ S ശ്രീജിത്തിന് നൽകുന്നതിൽ നിയമോപദേശം തേടിയ ശേഷം സർക്കാർ തീരുമാനിക്കും എന്നതാണ് മനസ്സിലാകുന്നത്.
സസ്പെൻഷന് അപ്പുറം കേസ് അട്ടിമറിച്ചെന്ന് വ്യക്തമായതോടെ ADGPക്കെതിരെ കേസെടുക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അജിത് കുമാറിനെതിരായ ക്രിമിനൽ കേസ് എടുക്കുന്നതിൽ സർക്കാർ ഇപ്പോൾ വ്യക്തമായ നിലപാട് പറയുന്നില്ല. DGP സ്ഥാനക്കയറ്റത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് നടപടി. മറ്റൊരു ADGPക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത് സർക്കാർ ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നടപടിക്കെതിരെ അജിത് കുമാർ നിയമ നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് കുരുക്കുമുറുക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. ആ തെളിവുകൾ ഉൾപ്പെടെയാണ് ഈ സസ്പെൻഷൻ ഉത്തരവിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ വിവരങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. എന്നും വിവാദങ്ങളുടെ തോഴനായിരുന്നു MR അജിത് കുമാർ. സോളാർ കേസ്, സ്വർണ്ണക്കൊള്ള, പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അങ്ങനെ നിരവധി വിവാദങ്ങളാണ് കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ചർച്ചയായത്. DGP ആകാതെ തന്നെ സൂപ്പർ DGP ആയിരുന്നു MR അജിത് കുമാർ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് പല വിവാദങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയത്. എന്നാൽ അതിലൊക്കെ സംരക്ഷിക്കപ്പെടുകയോ രക്ഷപ്പെടുകയോ ഒക്കെ ചെയ്തു. പിന്നീട് രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയാണ് ഏറ്റവും ഗൗരവമുള്ള അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണം. അതിലാണ് സർക്കാർ മാറുമ്പോൾ MR അജിത് കുമാർ കുരുക്കിലാകുന്നതും ഇപ്പോൾ സസ്പെൻഷനിലാകുന്ന സാഹചര്യവും ഉണ്ടാകുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലേ എന്ന സംശയം ഉയർന്നിരുന്നു. അത് കോൺഗ്രസിനെതിരെ വലിയ വിമർശനവുമായി ഉയർന്നിരുന്നു. ഇപ്പോൾ KC വേണുഗോപാലിന്റെ സമ്മർദ്ദം ഈ നടപടികളിലേക്ക് വളരെ വേഗത്തിൽ നീങ്ങുന്നതിനും DGP പദവിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നടപടിയിലേക്ക് കാര്യങ്ങൾ നീക്കിയതിലും ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. എന്തായാലും കോൺഗ്രസിന് മുഖം രക്ഷിക്കാൻ ഇത്രയുമെങ്കിലും ചെയ്യേണ്ടുന്നത് അനിവാര്യവുമായിരുന്നു. കേസ് ഡയറിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥരെ ഈ രക്ഷാപ്രവർത്തന കേസിൽ കേസ് ഡയറിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കീഴുദ്യോഗസ്ഥരെ കൊണ്ട് അജിത് കുമാർ റിപ്പോർട്ട് തിരുത്താൻ നിർദ്ദേശിച്ചു എന്നതാണ്. അത് അങ്ങേയറ്റം അപകടകരമായിരുന്നു. ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ ഇടപെടുന്നു എന്നത് നീതിന്യായ സംവിധാനത്തിൽ ആളുകൾക്കുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു. എന്തായാലും അവിടെയാണ് ഒരു തിരുത്തലുണ്ടാകുന്നത്. അത് അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റത്തിന് തന്നെ തിരിച്ചടിയാകുന്ന തരത്തിൽ എത്തി നിൽക്കുന്നു. എന്തൊക്കെ തുടർ നടപടികൾ ഉണ്ടാകും? ഈ കുറ്റകൃത്യത്തിൽ കേസെടുത്ത് അന്വേഷണം നടക്കുമോ? കൂടുതൽ നടപടികളിലേക്ക് സർക്കാർ നീങ്ങുമോ എന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് എത്താം. പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സ്ത്രീകളെ അവഹേളിക്കാനും അവരുടെ ശബ്ദം അടിച്ചമർത്തി വീട്ടിലിരുത്താനുമുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കാലം മാറുമ്പോൾ രീതികൾ മാത്രമാണ് മാറുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം ശ്രമങ്ങൾ കൂടുതൽ ശക്തമായി നടക്കുകയാണ്. സ്ത്രീകൾക്കെതിരായ ഓൺലൈൻ അതിക്രമങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് PK ശ്രീമതിയുടെ തുറന്നുപറച്ചിലൂടെ. സമൂഹ മാധ്യമങ്ങൾ മാത്രമല്ല, ഒരു കൂട്ടം മാധ്യമങ്ങളും ഇതിന് കൂട്ടുനിന്നു എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അരപ്പതിറ്റാണ്ടായി പൊതുരംഗത്ത് നിൽക്കുന്ന മന്ത്രിയായിരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ ഇതെങ്കിൽ മറ്റ് സ്ത്രീകളുടെ അവസ്ഥ എന്താകും? തനിക്കെതിരായ അവഹേളനത്തിനെതിരെ ശക്തമായ നടപടിയുമായി എന്തായാലും PK ശ്രീമതി മുന്നോട്ടു പോവുകയാണ്. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, DGP, വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി. വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും നിയമ നടപടി വേണമെന്നുമാണ് ആവശ്യം. വ്യാജ വാർത്ത നൽകിയ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് CPM പ്രവർത്തകർ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. ഇന്നലെയാണ് തനിക്കെതിരെ അസംബന്ധ വാർത്തകൾ ചിലർ പ്രചരിപ്പിക്കുന്നതായി ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി സംസാരിച്ചത്. തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ ചില മാധ്യമങ്ങളിൽ വന്നതായി PK ശ്രീമതി പറഞ്ഞു. ഏതോ മുൻ MLAയുടെ ഭാര്യയായി അഭിനയിച്ച് താൻ MLA പെൻഷൻ വാങ്ങുന്നു എന്നാണ് വാർത്ത. പെൺകുട്ടികളാണ് വാർത്ത അവതരിപ്പിക്കുന്നത്. കേട്ടാൽ വിശ്വസിക്കുന്ന തരത്തിൽ മോശമായാണ് വാർത്ത അവതരിപ്പിക്കുന്നത്. പൊതുപ്രവർത്തനത്തിലുള്ള തന്നോട് ആരും ഇതേക്കുറിച്ച് ഒരു വാക്കുപോലും ചോദിച്ചില്ല. സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുക എന്ന ദുരുദ്ദേശത്തോടെയാണ് ഇത് ചെയ്യുന്നത്. PK ശശിക്കെതിരായ പീഡന ആരോപണത്തെക്കുറിച്ച് പറയുമ്പോൾ തീവ്രത എന്ന വാക്ക് താൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ അതും ഉൾപ്പെടുത്തിയൊക്കെയുള്ള വ്യാജ പ്രചരണം എത്രയോ കാലങ്ങളായി നടക്കുന്നു എന്നത് വളരെ വേദനയോടുകൂടിയാണ് ഇന്നലെ PK ശ്രീമതി പറഞ്ഞത്. അവരുടെ വാക്കുകൾ, ഇന്നലത്തെ ആ വാക്കുകളൊന്ന് കേൾക്കാം.
ഇത് ഒരിക്കലും ഒരാളോടും, സ്ത്രീയോടെന്നല്ല പുരുഷനോടും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. എൻ്റെ ഭർത്താവിൻ്റെ പെൻഷൻ എനിക്ക് കിട്ടും അധ്യാപകൻ എന്നുള്ള നിലയിൽ. ഞാൻ വേറൊരാളുടെ പെൻഷൻ തേടി പോകേണ്ടുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ ഒരു പണത്തിന് വേണ്ടി പോകുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയുടെ അച്ഛനും ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും അധ്യാപകരാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന പണം കൊണ്ട് സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു കുടുംബമാണ് എൻ്റേത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഈ രൂപത്തിൽ ഞാൻ ഏതോ ഒരു എം എൽ എ ആണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ആളുണ്ടോയെന്നും അറിയില്ല, അയാളുടെ പെൻഷൻ ഭാര്യ എന്നുള്ള നിലയിൽ ഭാര്യ എന്നുള്ള നിലയിൽ നാട്യം നടിച്ച് എന്നിട്ട് പെൻഷൻ വാങ്ങുന്നു. ഇതാണ് അതിൽ വിവരാവകാശ രേഖ കിട്ടിയതാണെന്നാണ് അവർ പറയുന്നത്. എന്ത് വിവരാവകാശ രേഖയായാലും അതിലെല്ലാം എൻ്റെ പടം കൊടുത്തിട്ട് മുൻ ആരോഗ്യമന്ത്രി മുൻ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി ഇങ്ങനെ പടം പലതവണ പല രീതിയിൽ കൊടുത്തുകൊണ്ട് എൻ്റെ പടം കൊടുത്തുകൊണ്ടാണ് ഇത് പറയുന്നത്. അല്ലാണ്ട് വെറുതെ ഒരു വാക്കല്ല. അങ്ങനെയാണെങ്കിൽ പറയായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ DGPക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും നിയമസഭ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും അതെ ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലെ ഇങ്ങനെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് പി കെ ശ്രീമതി ടീച്ചർ സംസാരിച്ചത്. എന്തായാലും ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ന് അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ നടപടികളുമായി പി കെ ശ്രീമതി ടീച്ചർ മുന്നോട്ട് പോകുമ്പോൾ പി കെ ശ്രീമതി ടീച്ചർക്കെതിരെ ഈ ആരോപണം ഉന്നയിച്ച കാരണമുണ്ടല്ലോ, ആ പ്രചാരണം അതിനു യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് വ്യക്തമാവുക കൂടിയാണ്. നിയമസഭാ സെക്രട്ടേറിയറ്റ് രേഖകളിൽ തന്നെ ആ കാര്യം വ്യക്തമാകുന്നു. 1993 അന്തരിച്ച PR കൃഷ്ണൻ എന്ന കോൺഗ്രസ് MLA ഭാര്യയായ പി കെ ശ്രീമതി കുടുംബ പെൻഷൻ വാങ്ങുന്നതാണ് മുൻ മന്ത്രി പി കെ ശ്രീമതിയുടെ പേരിൽ ആരോപിക്കപ്പെട്ടത്. കുന്നംകുളത്ത് നിന്നുമുള്ള കോൺഗ്രസ് MLA ആയിരുന്നു PR കൃഷ്ണൻ. തിരുക്കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും 2ാം കേരള നിയമസഭയിലും അംഗമായിരുന്നു. MLA-മാരുടെ പെൻഷൻ സംബന്ധിച്ച് വിവരാവകാശ പ്രകാരം ലഭിച്ച ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ കുടുംബ പെൻഷൻ വാങ്ങുന്ന അന്തരിച്ച MLA-മാരുടെ ഭാര്യമാരുടെ പേര് വിവരങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ PR കൃഷ്ണന്റെ ഭാര്യയുടെ പേര് പി കെ ശ്രീമതി എന്ന രേഖപ്പെടുത്തി. ഇതേ മറുപടിയിൽ തന്നെ മുൻ MLA എന്ന നിലയിലും മുൻ മന്ത്രി എന്ന നിലയിലും പി കെ ശ്രീമതി പെൻഷൻ വാങ്ങുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. 2 പി കെ ശ്രീമതിയും ഒന്നാണെന്ന തരത്തിലാണ് മുൻ മന്ത്രി അനധികൃതമായി കുടുംബ പെൻഷൻ വാങ്ങുന്നുവെന്ന പ്രചാരണം ചില കോണിൽ നിന്നും ഉണ്ടായത്. വിഷയത്തിൽ പ്രതികരണവുമായി അന്തരിച്ച MLA PR കൃഷ്ണന്റെ ബന്ധുക്കൾ മകനും മറ്റുമൊക്കെ രംഗത്തെത്തുകയും അക്കാര്യങ്ങൾ വിശദീകരിക്കുകയും തൻ്റെ അമ്മ തന്നെയാണ് പെൻഷൻ വാങ്ങിയതെന്ന് അവർ തുറന്നു പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരേ പേര് കണ്ടപ്പോൾ യാതൊരു പരിശോധനയും ഇല്ലാതെ ആ ആരോപണം പടച്ചുണ്ടാക്കുകയും അത് ഒരു കൂട്ടം മാധ്യമങ്ങൾ വാർത്തയാക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ അവഹേളിക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും ഒക്കെയാണ് ചെയ്തത്. നമുക്കറിയാം എത്രയോ പേർക്ക് ഒരുപോലെ വരുന്നു. ആ ഒരു ക്രോസ് ചെക്കിംഗ് പോലും ഉണ്ടായിട്ടില്ല. നമ്മളൊരു മൊബൈൽ എടുത്താൽ മൊബൈൽ ഒരു കോൾ ചെയ്യാനെടുത്താൽ ഒരേ പേരുള്ള എത്ര പേരുടെ പേരുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ക്രോസ് ചെക്കിംഗ് പോലും ഒരു വാർത്ത കൊടുക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഇവിടെ സംഭവിച്ച വലിയ പാളിച്ചയല്ല, അത് ബോധപൂർവമാണോ എന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും വ്യാജ വാർത്ത ചെയ്തവർക്ക് എന്ത് പറഞ്ഞാലും മാപ്പില്ല എന്നതാണ് പി കെ ശ്രീമതി ടീച്ചർ പറയുന്നത്. മാനനഷ്ട കേസ് നൽകുമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞു. വാർത്ത നൽകിയ പലരും തന്നെ വിളിച്ചിട്ടുണ്ട്, കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. കോൺഗ്രസ് BJP നേതാക്കൾ വിളിച്ച് പിന്തുണ അറിയിച്ചിരുന്നുവെന്നും പി കെ ശ്രീമതി മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് നേതാവ് PT തോമസ് മുൻപ് ചില വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് രോഗമായതിനാൽ നിയമ നടപടി എടുത്തില്ല. സൈബർ ഇടത്ത് മോശം വാക്കുപയോഗിച്ച് നടത്തുന്ന പോർവിളികളും എല്ലാവരും നിർത്തണമെന്ന് പി കെ ശ്രീമതി പറഞ്ഞു. തന്റെ ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവ് അധ്യാപകനായിരുന്നു, താനും അധ്യാപികയായിരുന്നു. 45 വയസ്സുവരെ സ്കൂളിൽ പഠിപ്പിച്ചു. 6ലും 7ലും കണക്കും സയൻസുമാണ് താൻ പഠിപ്പിച്ചത്. പക്ഷെ പലരും തന്നെക്കുറിച്ച് അധ്യാപികയല്ല എന്നൊക്കെയാണ് ഇപ്പോഴും പറയാറ്. അതിലൊന്നും തനിക്ക് വിഷമമില്ല. പക്ഷേ ഇത് കടുത്തതായിപ്പോയി. അതുകൊണ്ട് DGPക്കും ആഭ്യന്തരമന്ത്രിക്കും സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് പി കെ ശ്രീമതി പറഞ്ഞത് ഇന്ന്.
നിങ്ങളെല്ലാം ചെറുപ്പക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ്. മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വരുമ്പോൾ അതിന്റെ വസ്തുതകൾ ബന്ധപ്പെട്ട ആളുകളുമായി ഒന്ന് ചോദ്യം ചെയ്ത് അത് ശരിയാണോ തെറ്റാണോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയും വരില്ല. ഇന്ന് എനിക്ക് ഈ കേരളത്തിൽ ഇങ്ങനെ എൻ്റെ കുടുംബത്തിനും അകത്തെ കുടുംബത്തിലാകെ ഗ്രൂപ്പിൽ ഇതെന്താണ് സത്യം, എന്താണ് യാഥാർത്ഥ്യം എന്ന് ചോദിച്ച് എനിക്കൊരു മറുപടി പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് മനസ്സാവാതെ അറിയുന്ന കാര്യമല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേടിൽ എത്തരുത്. ഒരു കുടുംബത്തിലും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇത് ഇത്ര കാര്യം വേണ്ടു. ഇതിലിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശന്, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലക്ക്, അതുപോലെ DGPക്ക്, അതുപോലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സതീദേവിക്ക്, ഇവർക്കെല്ലാം ഞാൻ പരാതി കൊടുക്കുകയും അതിൻ്റെ ഒരു കോപ്പി ഞാൻ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ അത് പരാതിയാണ്. ഇന്ന് നിയമപരമായിട്ട് തന്നെ എനിക്ക് ഇത്രയും സമൂഹത്തിൽ അങ്ങേറ്റം മാനക്കേട് ഉണ്ടാക്കിയതിൽ എതിരായിട്ട് അഭിമാനത്തിന് ഏറ്റവും വലിയ ക്ഷതം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്നുള്ള നിലയിൽ ഇത് ഉയർത്തിയവർക്കെതിരെ, ഈ വാർത്ത പടച്ചുണ്ടാക്കിയവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കാനാണ്, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വക്കീൽ അവിടെയുണ്ട്, എൻ്റെ കടലാസെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും പി കെ ശ്രീമതിക്കെതിരെ അപകീർത്തികരവും വ്യാജവുമായ വാർത്തകൾ സംപ്രേഷണം ചെയ്ത സംഘപരിവാർ അനുകൂല യൂട്യൂബ് ചാനലുകൾക്കും ഓൺലൈൻ മാധ്യമങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരാതിയിൽ അടിയന്തരമായി അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം കൈമാറുകയും ചെയ്തു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർശന നടപടി ഉണ്ടാകണം, അതൊരു മാതൃകയുമാകണം. ഒപ്പം അരനൂറ്റാണ്ട് കാലം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന മന്ത്രിയായ MLA ആയ ഒരു സ്ത്രീക്കാണ് ഇപ്പോഴും ഈ സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ നിയമ പോരാട്ടത്തിനാണ് എന്തായാലും പി കെ ശ്രീമതി ടീച്ചർ തയ്യാറെടുക്കുന്നത്. അതൊരു മാതൃകയാണ്. നേരത്തെ ചാനൽ ചർച്ചയിൽ അപകീർത്തികരമായ പരാമർശം നടത്തിയ BJP നേതാവ് B. ഗോപാലകൃഷ്ണനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചിട്ടുണ്ട് ടീച്ചർ. അപ്പോൾ മാപ്പ് പറയാൻ എല്ലാവരും തയ്യാറെടുക്കൂ. മറ്റെല്ലാ സ്ത്രീകൾക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടിയാണ് എന്തായാലും പി കെ ശ്രീമതി ടീച്ചർ നടത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹൃദം നമ്മൾ ഒരുപാട് പാടി പുകഴ്ത്തിയിട്ടുണ്ട്. മോദി മൈ ഫ്രണ്ട് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ട്രംപ് ആ സൗഹൃദമൊന്നും പ്രവൃത്തിയിൽ കാണിച്ചിട്ടില്ല. ഇറാൻ യുദ്ധത്തിന് മുൻപ് തന്നെ ലോകത്തെ സമ്മർദ്ദത്തിലാക്കിയതാണ് ട്രംപിന്റെ സാമ്പത്തിക യുദ്ധം അഥവാ താരിഫ് യുദ്ധം. ആ താരിഫ് ചുമത്തലിന് സുപ്രീം കോടതിയിൽ തിരിച്ചടിയേറ്റ ട്രംപ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വീണ്ടും ഇറക്കുമതി തീരുവ കൂട്ടിയിരിക്കുകയാണ്. നിർബന്ധിത തൊഴിൽ നിരോധനം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചാണ് ട്രംപിന്റെ പുതിയ നീക്കം. എന്തായാലും പണിയോട് പണിയാണ് ട്രംപിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധവും ഹോർമുസിലെയും ചെങ്കടലിലെയും പ്രതിസന്ധിയും ഇപ്പോഴേ ആഗോള സമ്പദ് മേഖലയെ പിടിച്ചുലച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് ഇരുട്ടടിയായി തീരുവ യുദ്ധത്തിന് ട്രംപ് വീണ്ടും തിരികൊളുത്തുന്നത്. നിർബന്ധിത തൊഴിൽ നിരോധനം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നതാരോപിച്ച് ഇന്ത്യ അടക്കമുള്ള 60 വ്യാപാര പങ്കാളികൾക്കാണ് ട്രംപ് ഭരണകൂടം പുതിയ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 10% മുതൽ 12.5% വരെയാണ് തീരുവ. 10% ആഗോള തീരുവയുടെ കാലാവധി കഴിഞ്ഞതിന് പിന്നാലെയാണ് നിർബന്ധിത തൊഴിൽ നടത്തിയെന്ന ആരോപണം ഉന്നയിച്ച് പുതിയ നടപടിയെടുത്തിരിക്കുന്നത്. ഇന്നാണ് തീരുവയുടെ കാലാവധി അവസാനിക്കുന്നത്. അപ്പോൾ തന്നെ പുതിയ തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയ്ക്ക് പുറമെ അർജന്റീന, ബംഗ്ലാദേശ്, ബ്രിട്ടൻ, കംബോഡിയ, കാനഡ, ഇക്വഡോർ, എൽ സാൽവദോർ, ഗോട്ടിമാല, ഹോണ്ടുറാസ്, ഇന്തോനേഷ്യ, ജോർദാൻ, മലേഷ്യ, മെക്സിക്കോ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ എന്നീ രാജ്യങ്ങൾ 10% തീരുവ നിർബന്ധിത തൊഴിൽ തീരുവയായി നൽകണം. എണ്ണ, ഗ്യാസ്, വളങ്ങൾ, ചില ഭക്ഷ്യവസ്തുക്കൾ എന്നിവയെ പുതിയ തീരുവയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇറക്കുമതി വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വ്യാപാരികൾക്ക് സമയം അനുവദിക്കുന്നതിനായി പുതിയ തീരുവകൾ നടപ്പിലാക്കുന്നതിൽ താൽക്കാലിക ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിർബന്ധിത തൊഴിലിലൂടെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിരോധിക്കുകയോ പരസ്പര വ്യാപാര കരാറിലൂടെ അതിന് തയ്യാറാവുകയോ അല്ലെങ്കിൽ ഇതിനകം ഭാഗികമായ നിരോധനം ഏർപ്പെടുത്തുകയോ ചെയ്ത രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാക്കുന്നതെന്ന് US ട്രേഡ് റെപ്രസെന്റേറ്റീവിന്റെ ഓഫീസ് വ്യക്തമാക്കി. ചൈന ഉൾപ്പെടെയുള്ള 38 രാജ്യങ്ങൾക്ക് 12.5% തീരുവ. യൂറോപ്യൻ യൂണിയൻ, തായ്വാൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, സ്വിറ്റ്സർലൻഡ് എന്നിവർക്ക് ആകെ 10% അല്ലെങ്കിൽ 12.5% തീരുവ നൽകിയാൽ മതിയാകും. ഇന്ത്യയെയും ആദ്യം 12.5% തീരുവയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. എങ്കിലും
ഇത് പിന്നീട് കുറയ്ക്കുകയായിരുന്നു. ഇന്ത്യ അടുത്തിടെ തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെ പുതിയ നിയമങ്ങളും നടപടികളും കൊണ്ടുവന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് താരിഫ് നിരക്ക് 10% കുറച്ചത്. കഴിഞ്ഞ വർഷം അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുനരുജ്ജീവിപ്പിച്ച ആഗോള വ്യാപാര യുദ്ധത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസമാണ് ഇപ്പോഴത്തെ ഈ നീക്കം. 1974 US ട്രേഡ് ആക്ടിന്റെ സെക്ഷൻ 301 പ്രകാരമാണ് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗിയർ പുതിയ താരിഫുകൾ പുറപ്പെടുവിച്ചത്. ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നിർബന്ധിത തൊഴിലിലൂടെ ഉൽപ്പാദിപ്പിച്ചവയല്ലെന്ന് ഉറപ്പാക്കുന്നതിൽ ഈ രാജ്യങ്ങൾ പരാജയപ്പെട്ടു എന്ന കാരണത്താലാണ് നടപടി സ്വീകരിച്ചതെന്ന് ട്രംപ് ഭരണകൂടം പറയുന്നു. നിർബന്ധിത തൊഴിലെന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും ഇത് തടയുന്നത് തൊഴിലാളികളുടെ ക്ഷേമം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗിയർ പറയുന്നു. നിർബന്ധിത തൊഴിൽ ആഗോള വിതരണ ശൃംഖലയിൽ നിന്ന് ഇല്ലാതാക്കുക എന്നതാണ് അമേരിക്ക ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ വിഷയത്തിൽ നിരോധനം ഏർപ്പെടുത്തുകയും നിയമം കർശനമായി നടപ്പിലാക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഏക രാജ്യം അമേരിക്കയാണ് എന്ന വീരവാദവും മുഴക്കുന്നുണ്ട്. എന്തായാലും ആ പഴുതുപയോഗിച്ചാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ താരിഫിന് നിർദ്ദേശിച്ചത്. നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ച തീരുവകൾ US സുപ്രീം കോടതി റദ്ദാക്കിയതിനെ തുടർന്നാണ് സെക്ഷൻ 301 പ്രകാരമുള്ള പുതിയ വഴി ട്രംപ് സ്വീകരിച്ചത്. ഈ വർഷം ആദ്യം US സുപ്രീം കോടതി ട്രംപ് ഏർപ്പെടുത്തിയ പല താരിഫുകളും നിയമവിരുദ്ധമായാണ് നടപ്പാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി റദ്ദാക്കിയിരുന്നു. ഇതോടെയാണ് പുതിയ വഴികളിലൂടെ ട്രംപ് താരിഫ് നീക്കങ്ങൾ തുടങ്ങിയത്. ഈ വർഷം ആദ്യം കൊണ്ടുവന്ന വിദേശ ഉൽപ്പന്നങ്ങൾക്കുള്ള 10% താൽക്കാലിക നികുതിയുടെ കാലപരിധി അവസാനിച്ചതോടെയാണ് പുതിയ താരിഫ് ഏർപ്പെടുത്തിയത്. അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന 99.4% ഉൽപ്പന്നങ്ങളെയും ബാധിക്കുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം വരുന്നത്. അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ. കഴിഞ്ഞ വർഷം ട്രംപ് ഏർപ്പെടുത്തിയ 10 മുതൽ 50% വരെയുള്ള പകരച്ചുങ്കം നിയമവിരുദ്ധമെന്ന് കാട്ടിയാണ് US സുപ്രീം കോടതി റദ്ദാക്കിയത്. ഇത് പുനഃസ്ഥാപിക്കുകയാണ് യഥാർത്ഥത്തിൽ വൈറ്റ് ഹൌസ് ചെയ്തത്. പ്രത്യേക അധികാരത്തിലൂടെ ഏർപ്പെടുത്തിയ തീരുവ 150 ദിവസത്തേക്കാണെന്നും അത് ഇന്ന് അവസാനിക്കുമെന്നുമായിരുന്നു ട്രംപ് സുപ്രീം കോടതിയിൽ നൽകിയ മറുപടി. ഈ തീരുവ അവസാനിക്കുന്ന ദിവസം തന്നെയാണ് പുതിയ തീരുവ നിലവിൽ വരുന്നത്. അങ്ങനെ സുപ്രീം കോടതിയെ തന്നെ പറ്റിക്കാൻ പഴയ തീരുവ പുതിയ പേരിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ്. US മാധ്യമങ്ങൾ തന്നെ ട്രംപിന്റെ ഈ നീക്കത്തെ ഈ രീതിയിൽ വിലയിരുത്തുന്നുണ്ട്. തൊഴിലാളി സ്നേഹമല്ല, മറ്റ് രാജ്യങ്ങൾ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിലൂടെ ഉണ്ടാക്കുന്ന ലാഭത്തിൽ കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ട്രംപിന്റെ ഇതിലുള്ള ലക്ഷ്യം. എന്തായാലും ട്രംപ് എന്ന ഫ്രണ്ട് അത്ര വെടിപ്പല്ലെന്ന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ് ഇന്ത്യക്ക്. താരിഫ് യുദ്ധത്തിലും അക്കാര്യം വ്യക്തമായിരുന്നു. വാണിജ്യ കരാറിലും അത് വൈകുന്നതിലുമൊക്കെ ട്രംപിന്റെ ഈ രീതിയിലുള്ള താൽപ്പര്യങ്ങളാണ് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. അപ്പോൾ ട്രംപിന്റെ ഈ കടുംപിടുത്തം മനസ്സിലാക്കി ഇന്ത്യയുടെ ചില മുൻകരുതൽ നടപടികൾ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് 12.5% തീരുവ ഭീഷണി ഉയർന്നപ്പോൾ തന്നെ അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ഇന്ത്യ ചില മുൻകരുതലുകൾ എടുത്തു. ഉയർന്ന തീരുവ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് നിർബന്ധിത തൊഴിലിലൂടെ നിർമ്മിച്ച സാധനങ്ങൾ തിരിച്ചറിയാൻ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ രാജ്യം അവതരിപ്പിച്ചിരുന്നു. അതാണ് ഏതാണ്ട് പാകിസ്ഥാനേക്കാൾ ഉയർന്ന 12.5% എന്നതിൽ നിന്ന് ഇപ്പോൾ 10% തീരുവ കുറയാൻ സഹായിച്ചിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധവും ഹോർമുസിലെ പ്രതിസന്ധിയും സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതങ്ങൾക്ക് പുറമെയാണ് ഇപ്പോൾ തീരുവ ഭീഷണി കൂടി ട്രംപിന്റെ വകയായി ലോകരാഷ്ട്രങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. പശ്ചിമേഷ്യയിൽ അസാധാരണ പ്രതിസന്ധി തുടരുകയാണ്. ഇതുവരെ ഇല്ലാത്ത വിധം ഉഗ്രാക്രമണം ഇറാൻ നേരിടേണ്ടി വരുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. തുടർച്ചയായ 13ാം രാത്രിയിലും ഇറാനിയൻ പട്ടണങ്ങളിലേക്ക് കനത്ത മിസൈൽ വർഷം തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. 4 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രയേലും ആക്രമണത്തിനൊരുങ്ങുന്നു എന്നതാണ് റിപ്പോർട്ട്. ചെങ്കടലിലും എണ്ണക്കപ്പലുകൾ ആക്രമിച്ചതോടെ ആഗോള ക്രൂഡ് ഓയിൽ വില ബാരലിന് 100 കടന്നു. $120 വരെ എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. എന്തായാലും 13ാം ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ കണ്ടതല്ല ഇനി കാണാനുള്ളത് എന്നതാണ് ട്രംപ് ഭീഷണി മുഴക്കുന്നത്. ഇറാനെതിരെ മുമ്പ് നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയേക്കാൾ വലിയ സൈനിക ആക്രമണത്തിന് താൻ ഗൗരവത്തോടെ ആലോചിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മുമ്പെങ്ങുമില്ലാത്ത വിധം വളരെ വലിയ ആക്രമണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് താനെന്നാണ് ട്രംപ് പറയുന്നത്. അന്തിമ തീരുമാനത്തിലേക്ക് താൻ എത്തിക്കഴിഞ്ഞു.
അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി. ഇറാൻ ചർച്ചകൾക്ക് താൽപര്യം കാണിക്കുന്നുണ്ടെങ്കിലും ഒരു കരാറിലെത്താൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത്. അവർക്ക് ഇനിയും ആവശ്യത്തിന് വേതനം ലഭിച്ചിട്ടില്ല. അതാണ് ഇറാന്റെ ഇപ്പോഴത്തെ നിലപാടിനെ കുറിച്ച് ട്രംപ് പറഞ്ഞത്. ആ വേദന അനുഭവിപ്പിക്കാൻ ഉഗ്രമായിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് കടക്കുന്നു എന്നതിന്റെ സൂചനയാണ് ട്രംപ് നൽകിയത്. ട്രംപ് സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇടഞ്ഞു നിന്നത് ഇസ്രയേലാണ്. നെതന്യാഹുവും ട്രംപും അകലുന്നു എന്നുള്ളതിന്റെ സൂചനകളും അപ്പോൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നെതന്യാഹുവിനെ കൂടെ കൂട്ടുമെന്ന് സൂചിപ്പിക്കുകയാണ് ട്രംപ്. ആവശ്യപ്പെട്ടാൽ 2 മിനിറ്റിനുള്ളിൽ ഇസ്രയേൽ ഈ സൈനിക നീക്കത്തിൽ പങ്കുചേരുമെന്ന് ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഇറാനെതിരെയുള്ള ആക്രമണത്തിന് അമേരിക്കയ്ക്ക് ഇസ്രയേലിന്റെ സൈനിക സഹായം ആവശ്യമില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. ഇസ്രയേൽ ഈ യുദ്ധത്തിൽ പങ്കാളിയായാൽ അത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികാരാക്രമണങ്ങൾക്ക് കാരണമായേക്കാമെന്നും ട്രംപ് പറയുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തയാഴ്ച അമേരിക്കയിൽ എത്തുന്നുണ്ട്. അന്തരിച്ച US സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ അന്ത്യോപചാര ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് നെതന്യാഹു എത്തുന്നത്. അപ്പോൾ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തും എന്നുമാണ് ട്രംപ് പറയുന്നത്. എന്തായാലും ഒരുപക്ഷെ ഇസ്രയേലുമായി ചേർന്ന് തന്നെ ഇറാനെ വീണ്ടും ആക്രമിക്കാനുള്ള ആദ്യ ആക്രമണത്തെക്കാൾ ശക്തമായ ആക്രമണം നടത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് ട്രംപ് നൽകുന്നത്. I just want to leave you by saying that it's an honor to be here. I'm going over now to talk about various and sundry subjects. One is the Iran war, where again we're doing very well, very, very well. I would say better than anybody expected could be done. ഇറാനെതിരെ സമാധാന നീക്കങ്ങളിലേക്ക് കടന്നേക്കുമെന്ന പ്രതീക്ഷകളെല്ലാം ട്രംപ് ഇതിനിടെ കാറ്റിൽ പറത്തിയിരിക്കുന്നു. എന്തും നേരിടാൻ ഇറാനും തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണ് വരുന്നത്. ഇറാനെതിരെ വലിയ തോതിലുള്ള ആക്രമണം ഉടൻ എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിന് മറുപടി നൽകുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചിയാണ്. ബുദ്ധിശൂന്യമായ ആക്രമണത്തിന് അമേരിക്ക വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നത്. ഡോക്യുമെന്ററി നിർമ്മാതാവ് ജവാദ് മോഗുയിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അഗ്രച്ചി യുദ്ധത്തിന്റെ ആദ്യ നാളുകളിലെ ഇറാൻ നേരിട്ട അനിശ്ചിതത്വങ്ങളെക്കുറിച്ചും ഇറാൻ സ്വീകരിച്ച സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചും തുറന്നു പറഞ്ഞത്. അതായത് ഈ യുദ്ധമുണ്ടായതിനു ശേഷം ആദ്യമായാണ് ഇത്രയും വിശദമായൊരു അഭിമുഖം അഗ്രച്ചി നൽകുന്നത്. അടുത്തിടെയുണ്ടായ സംഘർഷത്തിൽ നിന്ന് ഇറാൻ കൂടുതൽ കരുത്തരായി ഇറാൻ മുൻകൂട്ടി അടിയന്തര പ്രതിരോധ പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നതാണ് വെളിപ്പെടുത്തുന്നത്. ആ കോഡ് 110 എന്നറിയപ്പെടുന്ന ഈ പ്രോട്ടോകോളിന് അയത്തുള്ള അലി ഖമനേയി തന്നെ നേരിട്ട് അംഗീകാരം നൽകിയിരുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ആക്രമണം ഉണ്ടായാൽ ഉടൻ തന്നെ പ്രതിരോധവും ആരംഭിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു എന്നതാണ് അഗ്രച്ചി പറയുന്നത്. സൈനിക സമ്മർദ്ദങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ വഴങ്ങി രാജ്യം യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി ഉപേക്ഷിക്കില്ല എന്ന് അഗ്രച്ചി പറയുന്നുണ്ട്. തങ്ങളുടെ ആണവ പദ്ധതി വിൽപ്പനയ്ക്കുള്ളതല്ല എന്നും വിദേശ രാജ്യങ്ങൾ നൽകുന്ന യാതൊരു ആനുകൂല്യങ്ങളും ഇതിന് പകരമാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായിട്ടും ഇറാന്റെ നിലപാടുകളിൽ മാറ്റമൊന്നുമില്ല എന്ന് ആവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ അഗ്രച്ചി ആ അഭിമുഖത്തിൽ ചെയ്തിട്ടുള്ളത്. നിലവിലെ സംഘർഷത്തിലൂടെ ഇറാൻ തന്ത്രപരമായി കൂടുതൽ ശക്തമായ നിലയിലെത്തിയെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ ആയുധമെന്നും അഗ്രച്ചി പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം അഗ്രച്ചിയുടെ വാക്കുകളിൽ ഉണ്ട്. അതേസമയം 13ാം ദിവസവും ആക്രമണം തുടരുകയാണ്. ഇറാനെതിരെ അമേരിക്കയുടെ സൈനിക ആക്രമണം ഇന്നലത്തെ രാത്രിയിലും തുടർന്നു. വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനിലെ വിവിധ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് തന്നെ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചു. ഇറാന്റെ സൈനിക കമാൻഡ് കേന്ദ്രങ്ങൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ, സമുദ്ര സൈനിക ശേഷികൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഏറ്റവും പുതിയ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് സെൻട്രൽകോം വിശദീകരിക്കുന്നത്. ഇറാനിയൻ മാധ്യമങ്ങൾ ഖൊണ്ടാബ്, ഖൊറമാബാദ്, ഖൊറാരക്, ജാസ്ക് എന്നിവിടങ്ങളിൽ ആക്രമണങ്ങളും സ്ഫോടനങ്ങളും റിപ്പോർട്ട് ചെയ്തു. ചില സ്ഥലങ്ങളിൽ ആളപായവും പരിക്കുകളും ഉണ്ടായതായി ഇറാനിയൻ വാർത്താ ഏജൻസികൾ അറിയിച്ചു. ഒപ്പം ഇറാന്റെ തിരിച്ചടിയും ഉണ്ടായി. ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ തിരിച്ചടി നടത്തിയതായി ഇറാൻ അവകാശപ്പെടുന്നു. ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ എയർബേസിലും
ജോർദാനിലെ അൽ അസ്ട്രാഖ് എയർബേസിലും ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് ഇറാന്റെ സൈനിക വക്താക്കൾ അറിയിച്ചത്. ഇറാന്റെ താൽപര്യങ്ങൾക്കെതിരായ നടപടികൾ മേഖലയുടെ സുരക്ഷയെയും സാമ്പത്തിക സ്ഥിരതയെയും ബാധിക്കുമെന്ന് തെഹ്റാൻ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിലും ആക്രമണം നടത്തി. ഈ ആക്രമണങ്ങളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് കുവൈറ്റ് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും ഏറ്റുമുട്ടൽ കനക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് 13ാം ദിവസവും വരുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ ചരക്ക് കപ്പലുകളുടെ ഗതാഗതം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആഗോള വിപണിയിൽ ഒരിടവേളയ്ക്ക് ശേഷം ക്രൂഡ് ഓയിൽ വില വീണ്ടും $100 പിന്നിട്ടിരിക്കുകയാണ്. 7% വില ഉയർന്നതോടെയാണ് 100 എന്ന കടമ്പ മറികടന്നിരിക്കുന്നത്. മെയ് മാസത്തിന് ശേഷം ആദ്യമായാണ് എണ്ണവില $100 എത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷം കടുക്കുന്നതാണ് എണ്ണവില ഉയരാൻ ഇടയാക്കിയിരിക്കുന്നത്. അമേരിക്ക ഇറാൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ എണ്ണവില ഇനിയും ഉയരും എന്നതിന്റെ സൂചനകളാണ് വരുന്നത്. ഏതാണ്ട് യുദ്ധം ഏറ്റവും ശക്തമായിരുന്ന സമയത്തെ $120 എന്ന നിലയിലേക്ക് വരെ എണ്ണവില ഉയരും എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും നിലവിലെ സംഘർഷത്തിലൂടെ ഇറാൻ തന്ത്രപരമായി കൂടുതൽ ശക്തമായ നിലയിലെത്തിയെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ തന്ത്രപ്രധാന ആയുധമെന്നും അഗ്രച്ചി പറയുന്നു. ഇറാനെ കൂടുതൽ വലിയ ആക്രമണത്തിലൂടെ പരാജയപ്പെടുത്താനാണിപ്പോൾ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പാഴ്വേലയാണ് എന്നത് യുദ്ധത്തിന്റെ ഇപ്പോൾ കടന്നുപോയ ദിവസങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസാണ് തങ്ങളുടെ ആയുധം, ആണവായുധം പോലും അല്ല എന്ന് ഇറാൻ പറയുന്നതും അതുകൊണ്ടാണ്. എന്തായാലും ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. കൂടുതൽ ശക്തമായ ആക്രമണം എന്നതാണ് ട്രംപ് നൽകുന്ന സൂചന. പക്ഷേ വിട്ടുകൊടുക്കില്ല എന്ന നിലപാട് ഇറാനും തുടരുന്നുണ്ട്. അപ്പോൾ പശ്ചിമേഷ്യയിൽ കൂടുതൽ സംഘർഷം നിറഞ്ഞ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനകളാണ് നേതാക്കളുടെ വാക്കുകൾ നൽകുന്നത്. നേരം വൈകുന്നേരം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.